നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന 7 പേരുടെ സ്രവ പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. രോഗം ബാധിച്ച് മരണപ്പെട്ട 14-കാരൻ്റെ കൂട്ടുകാരായ 6 പേരുടെയും 68-കാരനായ മറ്റൊരു വ്യക്തിയുടെയും സ്രവ പരിശോധനാ ഫലമാണ് പുറത്തുവന്നത്. കൂട്ടുകാരായ 6 പേരും കുട്ടിയുമായി നേരിട്ട് സമ്പർക്കമുള്ളവരായിരുന്നു. 68-കാരനായ വ്യക്തിക്ക് നേരിട്ട് സമ്പർക്കമില്ലെങ്കിലും പനിയുള്ള സാഹചര്യത്തിൽ സാമ്പിൾ പരിശോധിക്കുകയായിരുന്നു. ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, താഴെപ്പാലം, തിരൂർ. ഓരോരുത്തരുടെയും 3 സാമ്പിൾ വീതമാണ് പരിശോധനയ്ക്ക് അയച്ചിരുന്നത്. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 330 പേരാണുള്ളത്. ഇതിൽ 68 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. 101 പേരാണ് ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളത്. 7 പേർ ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സയിലാണ്. 6 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമാണ് ചികിത്സയിലുള്ളത്. മരണപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിലെ ആർക്കും രോഗലക്ഷണങ്ങളില്ല. രോഗം ബാധിച്ച് മരണപ്പെട്ട കുട്ടിയുടെ സംസ്കാരം പ്രോട്ടോകോൾ പാലിച്ച് നടത്തും. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടെ മുഴുവൻ പേരുടെയും സ്രവമെടുത്ത് പരിശോധിച്ച് രോഗമില്ലെന്ന് ഉറപ്പാക്കും. രോഗലക്ഷണങ്ങളുള്ളവരുടെ സാമ്പിളുകളാണ് ആദ്യം പരിശോധിക്കുക. സമ്പർക്ക പട്ടികയിൽ നിന്നും ആരും വിട്ടുപോയിട്ടില്ലെന്ന കാര്യം വീണ്ടും പരിശോധിച്ച് ഉറപ്പാക്കും. രോഗം ബാധിച്ച് മരണപ്പെട്ട കുട്ടിയുടെ കൂടുതൽ വിവരങ്ങളടങ്ങിയതും കൂടുതൽ വ്യക്തതയുള്ളതുമായ റൂട്ട് മാപ്പ് പുറത്തിറക്കും. ഈ റൂട്ട് മാപ്പ് പരിശോധിച്ച ശേഷം സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവർ കൺട്രോൾ റൂമിൽ അറിയിക്കണം. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടേണ്ട ആരെയും വിട്ടുപോയിട്ടില്ല എന്നുറപ്പിക്കുന്നതിനായി കുട്ടി ചികിത്സയിലായിരുന്ന ആശുപത്രികളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫീൽഡ് തലത്തിൽ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. 330 പേർ സമ്പർക്ക പട്ടികയിൽ, 68 ആരോഗ്യ പ്രവർത്തകർ അതിലുണ്ട്. 101 പേർ ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉള്ളവരാണ്. 7 പേരാണ് IP അഡ്മിഷനിൽ ഉള്ളത്. അതിൽ 6 പേർക്ക് നേരിട്ട് ഈ കുട്ടിയുമായി നേരിട്ട് സമ്പർക്കമുള്ളവരാണ്. ഒരാൾക്ക് എപ്പിഡമോളജിക്കൽ ലിങ്ക് ഇല്ലാത്ത വ്യക്തിയാണ്. എന്നിരുന്നാലും പനിയും മറ്റ് രോഗലക്ഷണങ്ങളുമുള്ള സാഹചര്യത്തിൽ മാത്രമല്ല, ഏതാണ്ട് ഈ പ്രദേശത്തിനടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് ആയതുകൊണ്ടും സാമ്പിൾ എടുത്ത് പരിശോധിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ആ പരിശോധനാ ഫലവും നെഗറ്റീവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രവർത്തനം ആരോഗ്യവകുപ്പ് തുടരുന്നു. അതായത് കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആളുകളെ സാമ്പിൾ എടുത്ത് പരിശോധിക്കുകയും രോഗബാധയില്ല എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യുന്ന പ്രവർത്തനം തുടരുകയാണ്. സമ്പർക്ക പട്ടികയിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് ഒരിക്കൽ കൂടി പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ പ്രസിദ്ധീകരിച്ച റൂട്ട് മാപ്പിൽ ഇപ്പോൾ പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് കുറച്ചുകൂടി മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അതായത് ഓരോ ആശുപത്രിയിലും ഒരു പ്രത്യേക സമയത്ത്, കാരണം ഇപ്പോൾ ആശുപത്രികളുടെ പേരുകളൊക്കെ വന്നതുകൊണ്ട് ആളുകൾ വലിയ രീതിയിൽ ആശങ്കപ്പെട്ട് ഞാൻ അവിടെ പോയിരുന്നു, ഇന്ന ദിവസം പോയിരുന്നു, അല്ലെങ്കിൽ അതിന് ഒരാഴ്ച മുൻപ് പോയിരുന്നു, പ്രശ്നമുണ്ടോ എന്നുള്ള നിലയിൽ. അങ്ങനെയല്ല, അതിൽ ആശങ്കപ്പെടേണ്ടതില്ല. ഈ റൂട്ട് മാപ്പിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ചിലപ്പോൾ കാഷ്വാലിറ്റിയിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ICUവിലായിരിക്കാം. അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നവർ അങ്ങനെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ളവർ ദയവായി കൺട്രോൾ റൂമുമായിട്ട് ബന്ധപ്പെടുക. മറ്റുള്ളവർ ഇത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ 307 വീടുകളിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം സർവേ നടത്തിയതിൽ 18 പനിക്കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആനക്കയത്ത് 310 വീടുകളിൽ സർവേയിൽ 10 പനിക്കേസുകളും റിപ്പോർട്ട് ചെയ്തു. ഇവരാരും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരല്ല. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നതിനും ഐസൊലേഷനിൽ കഴിയുന്നവർക്ക് പിന്തുണ ഉറപ്പാക്കുന്നതിനും പാണ്ടിക്കാട്, ആനക്കയം, പോരൂർ, കീഴാറ്റൂർ, തൂവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും പെരിന്തൽമണ്ണ, മഞ്ചേരി നഗരസഭ അധ്യക്ഷന്മാരുടെയും യോഗം ഓൺലൈനായി ചേർന്നു. ന്യൂസ് ഡെസ്ക് വെട്ടം.